ഇനി കാസ്റ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിലീജിയൻ എന്ന അംബേദ്കർ വചനം താങ്കൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഹിന്ദുമതത്തിലെ ജാതി വിവേചനമാണ് ജാതി നിലനിൽക്കുന്നതിന് കാരണമെന്നാണ് അംബേദ്കർ പറഞ്ഞതെന്നും കവിക്കാട് പറയുന്നു. ഹിന്ദുമതത്തിലെ ജാതി വിവേചനമാണ് ജാതി നിലനിർത്തുന്നതിൻ്റെ കാരണമെന്നാണ് അംബേദ്കർ പറഞ്ഞതെന്നും ഹിന്ദുമതം ഉപേക്ഷിച്ചാൽ ജാതി ഇല്ലാതാകുമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടില്ലെന്നും സമകാലീന ജീവിതത്തിൽ ജാതീയമായ അനുഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നും രവിചന്ദ്രൻ പറയണമെന്നും ആവശ്യപ്പെടുന്നു. എന്താണ് മറുപടി? അംബേദ്കർ പറഞ്ഞത് എന്താണ്? യഥാർത്ഥത്തിൽ അംബേദ്കർ പറഞ്ഞത് ജാതി എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് എന്നാണ് പറയുന്നത്, ഒരു മൈൻഡ് സെറ്റാണെന്നാണ്. മൈൻഡ് സെറ്റ് ഭൗതികമാണോ? മൈൻഡ് ഭൗതികമാണോ? അല്ല, അതൊരു നോഷനാണെന്ന്. NOTION, നോഷൻ എന്നാണ് അംബേദ്കർ എഴുതിയത്. അംബേദ്കർക്ക് കാര്യം മനസ്സിലായി. അംബേദ്കർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അംബേദ്കർക്ക് കാര്യം മനസ്സിലായി, എന്തിനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അംബേദ്കർ മനസ്സിലായി. ഹിന്ദുക്കൾ ജാതി ആചരിക്കുന്നത് അവർ ക്രൂരരായതുകൊണ്ടോ മോശക്കാരായതുകൊണ്ടോ അല്ല എന്നും, മറിച്ച് അവർ റിലീജിയസ് ആയതുകൊണ്ടാണ്, ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ജാതി ആചരിക്കുന്നതെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അത് തന്നെയാണ് ആ നീലകണ്ഠൻ നമ്പൂതിരി മഹാത്മാഗാന്ധിയുടെ ഒത്തിച്ചത്. ഇതേ കാര്യം തന്നെ. നിങ്ങൾ ഈ കഥ എടുക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ എന്ത് വേണം? അതാണ് സത്യം. അംബേദ്കർക്ക് കാര്യം അറിയാമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. വളരെ അതിനകത്തെല്ലാം ഉണ്ട്. ഇനി എന്താണ് സമകാലീന ജീവിതത്തിൽ ജാതീയമായ അനുഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്? സമകാലീന അനുഭവത്തിൽ ജാതി ഇതരമായ അനുഭവങ്ങളുണ്ട്. ജാതി ആണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന അനുഭവങ്ങളുണ്ടാകാം. ജാതിപരമായ അനുഭവങ്ങൾ പലർക്കുണ്ടാകും. ഒരു കാര്യം പൂർണ്ണമായും ഇല്ലാത്തൊരു സമൂഹമാണ് എന്നുള്ള വാദമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വ്യാധികളിൽ നിന്ന് നല്ല തോതിൽ റിക്കവർ ചെയ്തൊരു സമൂഹമാണ്. ആ റിക്കവറി പ്രോസസ്സിനെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത്. ഐ സപ്പോർട്ട് ദ റിക്കവറി പ്രോസസ്സ്. അല്ലാതെ ഓരോ സമയവും ഇങ്ങനെ പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇല്ലാത്തതിനും ഉള്ളതിലും ഒക്കെ ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ച് ഇത് കൂടുതൽ വെട്ടിക്കുളമാക്കി വ്രണമാക്കി മാറ്റാനായിട്ട് താല്പര്യം എനിക്കില്ല എന്നുള്ളത് എനിക്ക് പറയാനുണ്ട്.